നമസ്കാരം, എല്ലാവർക്കും പത്തിരി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു തമിഴ്നാട് ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുഴിപ്പനിയാരം എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. അതിന് പ്രത്യേകം നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ദോശമാവോ ഇഡ്ഡലിയുടെ മാവോ ബാക്കി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ചെയ്യാവുന്നൊരു സാധനമാണ്. വേറെ ചേരുവകളൊന്നും വേണ്ട, എല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി. അത് നമുക്ക് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ 4 മണിക്കുള്ള പലഹാരമായിട്ടോ ഒക്കെ ടീ ടൈം സ്നാക്കായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ വേറെ സാധനങ്ങളൊന്നും വേണ്ട. ചമ്മന്തിയോ വല്ല പിക്കുകളോ വല്ല സാമ്പാറിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് കിച്ചണിലോട്ട് പോയിട്ട് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഇപ്പം നമ്മുടെ പനിയാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു 1.5 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഒനിയൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഉപ്പ്, കടുകും ചുവന്ന മുളകും, കറി ലീഫും പച്ചമുളകും, ഉഴുന്ന്, ഉപ്പ്, ആവശ്യത്തിന് എണ്ണ. ഇത് ആദ്യം ഒന്ന് താളിക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടുകും ചുവന്ന മുളകൂടെ ചേർത്തിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഉഴുന്നൂടെ ചേർത്തിട്ട് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് മാവിലോട്ട് ഒഴിക്കാം. ഈ സവാളയുടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക്, ഇതൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയാണ്. അപ്പോൾ അതിലേക്കാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഓയിൽ ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് കൊടുക്കാൻ. ചെറിയ തീയിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് തീ കൂടിക്കഴിഞ്ഞാൽ ഉള്ളു കുക്കാവില്ല, പുറവശം കരിഞ്ഞു പോകും. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇതെടുക്കാം. ഇങ്ങനെ കുത്തിയെടുത്താൽ മതി. ഒരുപാട് ക്രിസ്പി അല്ല, ഒരുപാട് സോഫ്റ്റും അല്ല. അപ്പം നമ്മുടെ പനിയാരം എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. ഇതിനുവേണ്ടി പ്രത്യേക മാവൊന്നും ഉണ്ടാക്കേണ്ട. ദോശയുടെ ഇഡ്ഡലിയുടെ മാവ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാവുന്നതാണ്. ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ചവർക്ക് വേണ്ടി ഒരു വെറൈറ്റി ആണ്, വ്യത്യാസമാണ്, നല്ല ടേസ്റ്റിയാണ്. ഇത് സ്നാക്കായിട്ട് കഴിക്കാവുന്നതാണ്. ഒരു 4 മണി പലഹാരം പോലെ കഴിക്കാവുന്നതാണിത്. ഈ ചമ്മന്തിയോ സാമ്പാറോ പിക്കിളോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ കുഴിപ്പനിയാരം കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.